റഷ്യയിലെ പാകിസ്ഥാൻ അംബാസഡറുടെ ഇന്ത്യക്കെതിരെയുള്ള ഔദ്യോഗിക പ്രസ്താവനയ്ക്ക് പിന്നാലെ റഷ്യ അടിയന്തിരമായി ഇന്ത്യയിലേക്ക് അത്യാധുനിക ഇഗ്ല-എസ് മിസൈലുകൾ എത്തിച്ചു. പാകിസ്ഥാൻ അംബാസഡറായ മുഹമ്മദ് ഖാലിദ് ജമാലിയാണ് ഇന്ത്യക്കെതിരെ ആണവായുധം പ്രയോഗിക്കുമെന്ന് റഷ്യയിൽ പ്രസ്താവന നടത്തിയത്. നേരത്തെ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫും ഇന്ത്യക്കെതിരെ പലതവണ ആണവായുധ ഭീഷണി മുഴക്കിയിരുന്നു. എന്നാൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഭീഷണികളൊന്നും വന്നിട്ടില്ലെങ്കിലും ഇന്ത്യ നയതന്ത്ര തലത്തിൽ പാകിസ്ഥാന് കൃത്യമായ മറുപടികൾ കൊടുക്കുന്നുണ്ട്. ഇന്ത്യയുടെ ഭാഗത്തു നിന്നും സിന്ധു നദീജല കരാർ റദ്ദാക്കിയതിന് പിന്നാലെ പാകിസ്ഥാൻ വിമാനങ്ങളുടെയും കപ്പലുകളുടെയും സഞ്ചാരപാതയും നിരോധിച്ചിരുന്നു. കൂടാതെ പാകിസ്ഥാനുമായുള്ള ചരക്ക് നീക്കമടക്കം എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ചിരിക്കുകയാണ്. അമേരിക്കയും റഷ്യയും അടക്കമുള്ള രാജ്യങ്ങൾ ഇന്ത്യയുടെ സംയമനം പാലിക്കണമെന്ന് പറയുന്നുണ്ടെങ്കിലും യുദ്ധത്തിന് ഇന്ത്യക്ക് പിന്തുണയും അറിയിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ ഇസ്രയേലും ഇന്ത്യക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നു. ഏറ്റവും പുതിയതായി റഷ്യ ഇന്ത്യക്ക് നൽകിയ ഇഗ്ല-എസ് മിസൈലുകൾ അത്യാധുനികവും ഇന്ത്യൻ സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ചും മലകളിലും കുന്നിൻ ചെരുവുകളും നിറഞ്ഞ ഇന്ത്യ-പാകിസ്ഥാൻ അതിർത്തി പ്രദേശങ്ങളിൽ ഇന്ത്യൻ സേനയ്ക്ക് വളരെ സഹായപ്രദമാകും. ഇഗ്ല-എസ് മിസൈലുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് ഒരാൾക്ക് തോളിൽ കൊണ്ടു നടന്ന് ആക്രമണം നടത്താം. വളരെ താഴ്ന്നു പറക്കുന്ന വിമാനങ്ങളെ നേരിടാൻ പൊതുവെ പ്രയാസമാണ്. ഈ വിടവ് നികത്തുകയാണ് ഇഗ്ല-എസിന്റെ ഉദ്ദേശം. ഇതോടെ ഇന്ത്യൻ സേനകൾക്ക് പാകിസ്ഥാനിൽ നിന്നുള്ള വിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ, ഡ്രോണുകൾ വഴിയുള്ള ആക്രമണങ്ങളെ അതിവിദഗ്ധമായി പ്രതിരോധിക്കാം. റഷ്യ-ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യയുടെ പ്രധാനപ്പെട്ട ആയുധമാണ് ഇഗ്ല-എസ് മിസൈലുകൾ. ഏകദേശം 260 കോടിയുടെ മിസൈലുകളാണ് ഇങ്ങനെ അടിയന്തരമായി ഇന്ത്യക്ക് നൽകിയത്. ഇന്ന് രാവിലെ വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇന്നലെ നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠിയും പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ് ഇന്നത്തെ ഈ മീറ്റിംഗ് നടന്നത്. നമ്മുടെ ദേശീയ ഉപദേഷ്ടാവ് അജിത് ഡോവലും ഈ മീറ്റിംഗിൽ പങ്കെടുത്തിരുന്നു. കഴിഞ്ഞ ആഴ്ചയിലെ 3 സേനാ മേധാവികളും പ്രതിരോധ മന്ത്രിയും പ്രധാനമന്ത്രിയും CDSഉം നടത്തിയ മീറ്റിംഗിന് ശേഷം ആദ്യത്തെ കൂടിക്കാഴ്ചയാണ് ഇന്നലെയും ഇന്നുമായി നടന്നത്. പഹൽഗാം ആക്രമണത്തിനുള്ള ഇന്ത്യയുടെ മറുപടി സേനകൾക്ക് തീരുമാനിക്കാനുള്ള അനുവാദം നേരത്തെ പ്രധാനമന്ത്രി നൽകിയിരുന്നു. ഇതിനിടെ പാകിസ്ഥാൻ കുറച്ച് ദിവസങ്ങളായി നിരന്തരമായി അതിർത്തിയിലുടനീളം ഇന്ത്യയെ പ്രകോപിപ്പിച്ചു വരികയാണ്. നിരവധി തവണ വെടിനിർത്തൽ കരാർ ലംഘിക്കുകയും ഇന്ത്യയുടെ ഒരു BSF ജവാനെ പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്തിരുന്നു. ഈ ജവാനെക്കുറിച്ച് ഒരു വിവരവും പാകിസ്ഥാൻ ഇതുവരെ ഇന്ത്യക്ക് കൈമാറിയിട്ടില്ല. ഇന്നലെ രാജസ്ഥാൻ അതിർത്തി ലംഘിച്ച് നുഴഞ്ഞു കയറാൻ ശ്രമിച്ച ഒരു പാകിസ്ഥാനി സൈനികനെ ഇന്ത്യയും പിടികൂടിയിരുന്നു. ഇപ്പോൾ ഇന്ത്യൻ സേന അയാളെ ചോദ്യം ചെയ്തു വരികയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെയും പാകിസ്ഥാനിലെ പഴയ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെയും പഴയ ഫിനാൻസ് മിനിസ്റ്റർ ബിലാവൽ ഭൂട്ടോ സർദാരി അടക്കം പല പാകിസ്ഥാനി ഒഫീഷ്യലുകളുടെയും സാമൂഹിക മാധ്യമ അക്കൗണ്ടുകൾ ഇന്ത്യ നിരോധിച്ചിട്ടുണ്ട്. ഇനി പുതിയ അപ്ഡേറ്റുകളുമായി അധികം വൈകാതെ എത്താം.